വിതുരയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച ഷെഫീഖ് അൽ ഖാസിമിയുടെ ഒരു സഹോദരനെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പാവൂർ സ്വദേശിയായ നൌഷാദിനെയാണ് അറസ്റ്റ് ചെയ്തത്. പൊള്ളാച്ചിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഖാസിമിയെ പെരുമ്പാവൂരും കോയമ്പത്തൂരിലും വിജയവാഡയിലും ഒളിവിൽ താമസിപ്പിക്കാൻ സൗകര്യമൊരുക്കിയത് ഇയാളായിരുന്നു. നൌഷാദിനെ ചോദ്യം ചെയ്തതിലൂടെ ഷെഫീഖിനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായി അറിയുന്നു. ഇമാമിന്റെ മറ്റൊരു സഹോദരൻ അൽ അമീനെ ആദ്യം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. കൊച്ചിയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. അതേസമയം ഒളിവിൽ കഴിയുന്ന ഇമാമിനെ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പോലീസ് മനഃപൂർവ്വം അറസ്റ്റ് വൈകിപ്പിക്കുന്നുവെന്നാണ് ആരോപണം. കൊച്ചി സിറ്റി ഷാഡോ പോലീസാണ് അൽ അമീനെ അറസ്റ്റ് ചെയ്തത്. ഖാസിമിയെ ഒളിവിൽ പോകാൻ അൽ അമീൻ സഹായിച്ചുവെന്നായിരുന്നു പോലീസിന്റെ വാദം. തൃപ്പൂണിത്തറയിലെ അൽ അമീന്റെ വീട്ടിൽ കഴിഞ്ഞിരുന്ന ഖാസിമി ബാംഗ്ലൂരിലേക്ക് കടന്നെന്നാണ് അന്ന് പോലീസ് പറഞ്ഞിരുന്നത്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം കൊച്ചിയിൽ വാഹനം ഉപേക്ഷിച്ചാണ് ഇമാം ഷെഫീഖ് അൽ ഖാസിമി ഒളിവിൽ പോയത്. ഇമാം കോടതിയിൽ കീഴടങ്ങുമെന്ന് സൂചനകളുണ്ടായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ ഇമാം ഹൈക്കോടതി അഭിഭാഷകനിൽ നിന്നും വക്കാലത്ത് തിരികെ വാങ്ങിയിരുന്നു. സംഭവത്തിൽ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്കെതിരെയും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. ഇമാമിനെതിരെ മൊഴി നൽകാതിരിക്കാൻ അമ്മയും ഇളയച്ചനും നിർബന്ധിച്ചെന്ന പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. തുടർന്നാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തത്. പീഡന വിവരം പുറത്തറിഞ്ഞതിന് പിന്നാലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും പോലീസും സമീപിച്ചെങ്കിലും പെൺകുട്ടി മൊഴി നൽകാൻ തയ്യാറായില്ല. പിന്നീട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണത്തിൽ 3 ദിവസം കൗൺസിലിംഗ് നൽകിയ ശേഷമാണ് മൊഴി നൽകിയത്. മൊഴി നൽകാതിരിക്കാൻ ഉമ്മയും ഇളയച്ചനും ഭീഷണിപ്പെടുത്തിയിരുന്നതായി പെൺകുട്ടി വെളിപ്പെടുത്തിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ നെടുമങ്ങാട് ഡിവൈഎസ്പി ഡി അശോകൻ പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷിതാക്കളിൽ നിന്ന് വിശദമായ മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചത്. മുമ്പും ഇമാമിൽ നിന്ന് ഇത്തരം മോശം അനുഭവം ഉണ്ടായതായി പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. പീഡനം നടന്ന പേപ്പാറ വനമേഖലയിൽ പെൺകുട്ടിയെ കൊണ്ടുപോയി പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ജമാഅത്ത് പ്രസിഡന്റിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആദ്യം കേസെടുത്തത്. കീഴടങ്ങാനായി ഇമാമിന് മേൽ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദം കാരണമാണ് അറസ്റ്റ് വൈകുന്നതെന്നും ആക്ഷേപമുണ്ട്. SDPIയുമായി അടുത്ത ബന്ധമുള്ളയാളാണ് ഇമാം. ഇമാമിനെ CPM കുടുക്കിയെന്നാണ് അവർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.